അയ്യോ, ഇതാര് DK സാറോ? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. നേർക്ക് നേരെ നിന്ന് കളിക്കുന്നത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. നീ ഒരാണാണെന്നായിരുന്നു ഇതുവരെ ഞാൻ കരുതിയിരുന്നത്. കൊച്ചിയിൽ നീ എന്റെ പിള്ളേരെ കയറി ഒന്ന് ചൊറിഞ്ഞു. ഇവിടെ നിർത്തിക്കോണം. ഇനി നിന്റെ ഒരാളെ എന്റെ പിള്ളേരുടെ പിന്നാലെ ചെന്ന് ഭയപ്പെടുത്തിയാൽ പിന്നെ നീ ഇവിടുന്ന് ജീവനോടെ പോവില്ല. അയ്യോ, എന്താ DK ഇത്? ഞാൻ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ ഈ പറയുന്നേ? വെറുതെ ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ചാ പോരാ, തെളിവ് വേണം, തെളിവ്. അഭിനയിച്ച് തകർക്കാൻ നിനക്ക് നല്ല കഴിവുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളുടെ ബലത്തിൽ നീ ഇപ്പൊ എന്റെ കുട്ടികളുടെ സ്ഥാപനങ്ങളെ തളർത്താനും തകർക്കാനും നടത്തുന്ന നടപടികളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് നീ ധരിക്കരുത്. നിന്റെ ചിറക് ഞാൻ അരിയും. അതിനെനിക്ക് ആരെയും വിലയ്ക്ക് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ പാർട്ടിക്കാർ തന്നെ നിന്നോട് രാജി ആവശ്യപ്പെടും. കൊള്ളാം DK, നിങ്ങളുടെ ഈ ഭാഷ, ധൈര്യം. പ്രതിയോഗിയെ അയാളുടെ മുന്നിൽ ചെന്ന് വെല്ലുവിളിക്കുന്ന ഈ ചങ്കൂറ്റം. ഈ അടുത്ത കാലത്ത് നിങ്ങളെപ്പോലൊരു നായകനെ ഞാൻ കണ്ടിട്ടില്ല DK. പക്ഷെ DK, ഇതൊരു തുടക്കം മാത്രമാണ്. ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. അമല, എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ എനിക്ക് ജയിക്കണം. അവളുടെ പേരിലാണ് ഞാൻ തോറ്റത്. അവളുടെ പേരിൽ തന്നെ ജയിക്കാന്ന് ഞാൻ എന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ. അതുകൊണ്ട് ഇനി ഇതുപോലെ പലതും ഉണ്ടാവും. കഴിയുമെങ്കിൽ നീ തടയാൻ നോക്ക്. എന്റെയും കുടുംബത്തിന്റെയും സമാധാനം തകർക്കാൻ ശ്രമിച്ചാൽ പിന്നെ നീ ഇവിടുന്ന് ജീവനോടെ പോവില്ല. നിന്റെ ACPക്ക് ഇപ്പൊ മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന്. എന്നെയും കുടുംബത്തെയും തകർക്കാൻ നീ ആ ACPയെ ആയുധമാക്കി. ഇപ്പൊ ആ കേസ് അന്വേഷണത്തിൽ നിന്ന് അവളെ മാറ്റി. ഇല്ലെങ്കിലേ എന്റെ പെരുന്നാളിനെ ഞാൻ പച്ചവെള്ളം കുടിക്കില്ല. അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഈ പിറന്നാളിന് അമ്മയ്ക്ക് വേറെ വല്ല ഉദ്ദേശമുണ്ടോ? ഉണ്ട്, എനിക്കൊരു ഉദ്ദേശമുണ്ട്. എന്തുദ്ദേശം അമ്മ? എന്റെ മോനെ വിശ്വാസമില്ലാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയവൾക്ക് ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുക. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ്. ഡിവോഴ്സ് ആണോ? ചിലപ്പോ അതും ആകും. പക്ഷേ അവളുടെ ജന്മത്ത് അവക്ക് മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സർപ്രൈസ്. അതൊരു ഒന്നൊന്നര സർപ്രൈസ് ആയിരിക്കും. അതുകൊണ്ടേ നീ എന്റെ കൂടെ വന്നേ പറ്റൂ. ദിസ് ഈസ് മൈ ഓർഡർ. സുപ്രിയ, അമ്മ ആവശ്യമില്ലാത്ത പിടിവാശി കാണിക്കാൻ. പിറന്നാളിന് അവരെ വിളിക്കണമെന്ന് അമ്മയ്ക്ക് എന്ത് ഇത്ര വാശി? കൂടെ ഞാൻ ചെല്ലണം പോലും. എന്തിന്? അവിടെ പോയി നാണം കിടാനോ? ഞാൻ അവളെ തിരികെ വിളിക്കാൻ ചെന്നു എന്ന് ആ ബേക്കറിക്കാർ നാളെ പറഞ്ഞു നടക്കില്ലേ? അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ അമ്മയുടെ കൂടെ ഡ്രൈവറായിട്ട് കൂട്ടുപോണോ? താൻ എന്തു പറയുന്നു? ഞാൻ പോണോ? പിറന്നാളിൽ നിന്ന് അവളെ മാറ്റി നിർത്തണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. അമ്മ അവൾക്കൊരു സർപ്രൈസ് കരുതിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്തായിരിക്കും അത്? അതോ ഇനി അമ്മയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും പ്ലാനാണോ? അതിനാണോ ഈ പിറന്നാൾ ഗംഭീരമാക്കണമെന്ന് അമ്മ വാശി പിടിച്ചത്? പിറന്നാളിന്റെ മറവിൽ എന്നെ ആ ബേക്കറിക്കാരിയും വീണ്ടും ഒന്നിപ്പിക്കാനുള്ള പ്ലാൻ എങ്ങാനും ആണോ? അതെന്താ?
ഒന്നിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? അതൊക്കെയുണ്ട്. എന്താ നീ എന്താ ചോദിച്ചത്? അവളല്ല, ഞാനാ ചോദിച്ചത്. അറിയാതാണെങ്കിലും നിന്റെ മനസ്സിനെ പറയാനും സാധിച്ചു. എന്തു പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ കേട്ടല്ലോ. അതമ്മയ്ക്ക് തോന്നിയതായിരിക്കും. അപ്പൊ നീ ഒന്നും പറഞ്ഞില്ല? ഇല്ലെന്നേ. അമ്മയ്ക്ക് ഈ പ്രായം കൂടി വരുന്നതിന്റെ ചില കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എന്റെ പ്രായത്തെ തൊട്ട് കളിക്കരുത്. എടാ സംശയം സുപ്രിയോട് ചോദിച്ചു നോക്കണ. അതെ, ഏത് കോളേജിലാ പഠിക്കുന്നേ? കോളേജിലല്ല, സ്കൂളിലാ. പോടാ കളിയാക്കാതെ. അമ്മേ, എന്താടാ കണ്ണാ? എന്റെ അമ്മ എന്നും ഈ ചെറുപ്പത്തോടെയും സൗന്ദര്യത്തോടെ ഇരിക്കണമെന്നാ എന്റെ ആഗ്രഹം. അമ്മയുടെ ഏത് ആഗ്രഹം നടത്തിത്തരാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മേ, എന്നടാ കണ്ണാ? അതേ, പിറന്നാളിന് അമ്മ ജ്യോതിക്ക് കൊടുക്കാൻ എന്ത് സർപ്രൈസാ കരുതി വെച്ചിരിക്കുന്നേ? അതേ, അതുണ്ടല്ലോ, അത് സുപ്രിയ പറയും. അവൻ സർപ്രൈസ് അറിയാൻ വന്നിരിക്കുന്നു. ഞാൻ വന്നത് വേറൊരു കാര്യത്തിന് നിങ്ങളെയൊക്കെ ക്ഷണിക്കാനാ. അമ്മേ, എന്താ പത്മാവതിയമ്മ വിശേഷം? എന്റെ പിറന്നാളിന് ക്ഷണിക്കാനാ ഞാൻ വന്നത്. എല്ലാവരും വരണം. സന്തോഷമായി പത്മാവതിയമ്മേ, ഞങ്ങളെ ഒഴിവാക്കിയില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ മനസ്സനുവദിക്കുവോ സുധാരൻ നായരെ? അമ്മ ഒറ്റയ്ക്കാണോ വന്നേ? അല്ല, ഡ്രൈവറുണ്ട്. അർജുനോ? അല്ല. പിന്നാരാ? ഇതൊരു പുതിയ ഡ്രൈവറാ, എന്റെ മോൻ. അത് ശരി. ഇവിടെ വരെ വന്നിട്ട് ഇങ്ങോട്ട് കേറാതെ പോവാനാ വണ്ടി കയറിയിരിക്കുന്നു? ഞാൻ വിളിക്കാം. അവനെ വിളിക്കണ്ട, അവൻ വരില്ല. ഞാനൊന്ന് നോക്കട്ടെ വരുമെന്നാ. വേണ്ട, അവള് വിളിക്കട്ടെ. ശരിയല്ല. എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഒരു പെൺവാണിഭക്കാരന്റെ കൂടെ ജീവിക്കാൻ ഇനി എന്നെ കിട്ടില്ല എന്ന്. എനിക്കിനി നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നെ ചതിച്ചു. നീ അറിഞ്ഞ ഒന്നും സത്യമല്ല, കണ്ടതും സത്യമല്ല. ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല. തൊട്ടുപോരുതെന്നെ. എന്നെ തൊടാൻ നിങ്ങൾക്കിനി ഒരു അവകാശമില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കാം. പക്ഷെ ആ പെണ്ണിനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് സത്യം പറയിക്കണം. താൻ എന്താ ഈ കാണിക്കുന്നത്? അവിടെ വിട്. പറ്റാത്ത വണ്ടിക്ക് പോവല്ലേ ഡീക്കെ. കുറച്ച് വെള്ളം കുടിക്കേ. വെള്ളം കുടിക്കലോ. അങ്ങനെ വെള്ളം അടിക്കാത്തതിനെന്നുള്ള പേര് ദോഷം മാറി കിട്ടി. എടോ, തനിക്കറിയോ എനിക്ക് അവളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്? പക്ഷേ അവൾ എന്നെ വിശ്വസിച്ചില്ല. എനിക്ക് അവളോട് 4 വർത്താനം പറയണം. താൻ എന്താണ് ഈ കാണിക്കുന്നത്? ഇത് ഓറഞ്ച് ജ്യൂസ് ഒന്നും അല്ല. വെള്ളം കുടിക്കേ. വെള്ളം കുടിക്കടോ.
സ്വാർത്ഥമതി. നീ കേക്കണം, ഇത് മുഴുവൻ നീ കേക്കണം. ഏതോ ഒരുത്തനൊരു പെണ്ണിനെ ഇറക്കി എന്നെ നാണം കെടുത്തി. എന്റെ മാനം പോയി. അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. അതൊന്നും കൊണ്ട് ആർക്കും ഈ DK തോൽപ്പിക്കാനും പറ്റില്ല. പക്ഷേ നീ എന്നെ തോൽപ്പിച്ചു. നിനക്കെന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ എല്ലാവരുടെയും മുന്നിലും തോറ്റു. എടി ബേക്കറിക്കാരി, നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടടി. എടി ബേക്കറിക്കാരി, 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 എടി ബേക്കറിക്കാരി. ഇത്രയും പറഞ്ഞപ്പോ മനസ്സിനൊരു സമാധാനമുണ്ട്. എടി ബേക്കറിക്കാരി, ബേക്കറിക്കാരി. മോളെ, ഇവിടെ ഉണ്ടായിരുന്നോ? മോളെ ഇവാ, ബേക്കറിക്കാരി വന്നു. ഒരു കാര്യം ചെയ്യും, DKയുടെ പോക്കറ്റ് പേഴ്സ് വല്ലതും ഉണ്ടോ നോക്കിയേ. എന്നെ കൊണ്ടൊന്നും വയ്യ, വരുമാനല്ലേ, തനിയങ്ങ് ചെയ്താ മതി. കോള് വരുമ്പോ എടുക്കണം. കോള് വരും, അതൊക്കെ ഓർമ്മയുണ്ട്. വെള്ളം എടുക്കാൻ പോയാലോ? ഇവിടെ പോയി. ബേക്കറിക്കാരി ഇപ്പൊ കണ്ടില്ലേ? ഇനി കൊണ്ടുവാ. തല വഴി വെള്ളം ഒഴിച്ചാലേ ശരിയാവത്തുള്ളൂ. അല്ല സുധേട്ടാ, ഡ്രസ്സൊക്കെ നനയുമല്ലോ. അന്ന് ഉത്സവത്തിന് വന്നപ്പോ വച്ചിട്ട് പോയ 2 ജോഡി ഡ്രസ് അലമാരി ഇരിപ്പുണ്ട്, വേണമെങ്കിൽ അതെടുത്ത് കൊടുക്ക്. ആഹാ, ഒരു ബക്കറ്റും കൂടെ എടുത്തോണ്ടാ നീ. ഞാൻ കുളിച്ചതാണ്. ഏതെങ്കിലും പോയി കുളിച്ചിട്ട് വന്നിരിക്കുന്നു. കെട്ടിറങ്ങണ്ട അങ്ങോട്ട്. കുളിപ്പിക്കുകയാണ്. നല്ലവണ്ണം തണുക്കട്ടെ. കൊണ്ടുവാ. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഉള്ളിൽ നല്ല സങ്കടം കാണുമെന്ന്. അല്ലെങ്കിൽ ഈ ഒരു കോലത്തിൽ ഇവിടെ വരത്തില്ല. എന്തായാലും വെള്ളമൊഴിച്ച് ഫിറ്റങ്ങ് മാറ്റിയെടുക്കാം. അല്ല അമരാവതിയിൽ അറിയിക്കണ്ടേ? അറിയിക്കാം. ആദ്യം ബോധം ഒന്ന് വീഴട്ടെ. എടി, നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ ഭർത്താവല്ലേ, നിനക്ക് കുളിപ്പിച്ച എന്താ കുഴപ്പം? എന്നെ കൊണ്ട് പറ്റത്തില്ല. വേണ്ട വേണ്ട, ആരും തർക്കിക്കണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഇത് കൂടെ ഞാൻ തോർത്തിങ്ങെടുത്ത്. എന്തോ ചിരിക്കുന്നേ? അല്ല, അച്ഛന്റെ ഒരു ഭാഗ്യേ. മരുമകൻ ദൈവമാണെന്നല്ലേ പറഞ്ഞു നടക്കുന്നത്. ഇപ്പൊ ദൈവത്തിനെ കുളിപ്പിക്കാനുള്ള അവസരം കിട്ടിയല്ലോ. ടാടി വെച്ചെന്നാലുണ്ടല്ലോ ഇടേ ദൈവത്തിന് കുളിപ്പിച്ചു. നല്ല കാര്യം ചെയ്യാന്ന് വെച്ചപ്പോ നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനിങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതുവരെ ജീവിതത്തിൽ അവൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അവനത് ചെയ്തത്? അപ്പോ അത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു അവന്റെ മനസ്സില്. അമ്മ, ഞാനൊരു കാര്യം പറയാം. നമുക്ക് ഇപ്പൊ തന്നെ അവിടെ ചെന്ന് DK ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അമ്മേ, അത് ശരിയാ.
ഈ രാത്രി ഡി കെ അവിടെ കിടന്നുറങ്ങണ്ട. നമുക്ക് അർജുനെ വിളിക്കാം. പെട്ടെന്ന് തന്നെ പോയി ഡി കെ കൊണ്ടുവരാം. ഇവര് പറഞ്ഞതിലും കാര്യമുണ്ടമ്മേ. തൽക്കാലം അത് വേണ്ട. അവൻ കള്ളു കുടിച്ചിട്ടാണെങ്കിലും കിടക്കുന്നത് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒന്നും അല്ലല്ലോ. അവന്റെ വൈഫ് ഹൗസിലല്ലേ, അവന്റെ ഭാര്യയുടെ റൂമിലല്ലേ. അപ്പൊ പിന്നെ അവൻ തന്നെ ഇങ്ങ എന്നിട്ട് ഇങ്ങ് പോരും. എന്നാലും ഇത് നാണക്കേടല്ലേ അമ്മേ? അവന്റെ നാണക്കേടേ അവൻ തന്നെ അങ്ങ് തീർത്തോളും. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങും പിള്ളേരെ. ചെല്ല്. ഞാനും തൃശൂർ പൂരം കാണാൻ. എന്താ ഒരു മൂളിപ്പാട്ട്? ആകെ സന്തോഷത്തിലാണല്ലോ രാവിലെ. മനുഷ്യൻ ഒന്ന് നിർത്തുന്നുണ്ടോ? ചൂട് ചായ എടുത്ത് വായിലേക്ക് ഒഴിച്ചിരുന്നു. എടി പോത്തെ സോറി ആശാലതേ, നിനക്കിതുവരെ കഥ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാ നീ ചായ എടുത്തൊഴിക്കുമെന്നൊക്കെ പറയുന്നത്. സമ്മതിച്ചു. ദാ കുടിക്ക. എടി ഇതേ എനിക്കല്ല തരേണ്ടത്. അതെന്താ നിങ്ങക്ക് ചായ വേണ്ടേ? ദേ രാവിലെ വാലും തലയില്ലാതെ വർത്താനം പറയല്ലേ മനുഷ്യ. എടി ഇതുപോലെ നല്ലൊരു ചൂട് ചായ എടുത്ത് നമ്മുടെ മരുമോനോണ്ട് കൊടുക്ക്. മരുമോൻ രാവിലെ എഴുന്നേറ്റില്ലല്ലോ. നിങ്ങക്ക് രാവിലെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? എടി ഞാൻ എങ്ങനെ അവരുടെ മുറിയിൽ പോയി വിളിക്കുന്നത്? ഞാൻ ഒരു അച്ഛന്. പിന്നെ ഞാൻ പോയി വിളിക്കണമായിരിക്കും. അല്ല പിന്നെ എടി അതല്ലെന്ന്, നീ ചായയായിട്ട് മുറിയുടെ വാതിക്ക് ചെന്നിട്ട് ജ്യോതി മോളെ എന്നൊന്ന് സ്നേഹത്തോടെ വിളിച്ചാ മതി. അപ്പൊ അവൾ ഇറങ്ങി വരും. ഈ ചായ കൊടുത്തിട്ട് നീ പറയണം വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഈ കെയും വിളിച്ചോണ്ട് പോവാ. നടന്നാ തന്നെ. ഇന്നലത്തെ കോലം കണ്ടില്ലേ? ഇന്ന് ഇനിയിപ്പൊ എന്താവോന്ന് ആർക്കറിയാം. ഇന്നലെ രാത്രിയോടെ അവരെല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിച്ചു കാണും. നമ്മുടെ ജ്യോതി മോളെ പിരിഞ്ഞിരിക്കാൻ വയ്യാഞ്ഞിട്ടല്ലേ അവൻ ഇന്നലെ രാത്രി തന്നെ വന്നത്. നമ്മുടെ മുന്നിൽ വരാനുള്ള ഒരു ചമ്മൽ കൊണ്ടായിരിക്കും രണ്ടെണ്ണം വീശിട്ട് വന്നത്. അതെന്തിനാ നമ്മുടെ മുമ്പിൽ ചമ്മന്നത്? അയ്യോ എടി, അവര് തമ്മിൽ ഇത്രയും വലിയ പിണക്കത്തിലിരുന്നിട്ട് അവളെ കാണാൻ അവൻ ഇങ്ങോട്ട് വരികയെന്ന് വെച്ചാൽ അവൻ ഭാര്യയുടെ മുന്നിൽ തോറ്റു കൊടുത്തെന്നല്ലേ അതിന്റെ അർത്ഥം. എന്റെ ദേവി, അങ്ങനെ ആയാ മതിയായിരുന്നു. അതെങ്ങനെയാ? നിങ്ങളുടെ മോക്ക് അതിനുള്ള മിടുക്കൊക്കെ ഉണ്ടോന്ന് ആർക്കറിയാം? മോളെ എന്റെ ആണെങ്കിലും ശിക്ഷണം നിന്റെതല്ലേ. അതിനുള്ള ഗുണം അവള് കാണിക്കുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഇന്ന് അവർ അമരാവതിയിലേക്ക് തിരിച്ചു പോകുന്നത് അവരൊരുമിച്ചായിരിക്കും. നീ നോക്കിക്കോ, ഡി കെക്കും ജ്യോതിക്കും തമ്മില് അങ്ങനെ വേർപിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. ഇന്നത്തോടെ എല്ലാം ശുഭമായിട്ട് അവസാനിക്കും. പോവാണോ? ചായ കുടിച്ചിട്ട് പോയാ മതി. വേണ്ട, ഞാൻ ചായ കൂടി നിർത്തി. ദേ, ഒരു കാര്യം നിങ്ങളുടെ മോളോട് പറഞ്ഞേക്കണം. ഇതെങ്ങാനും നാട്ടുകാരോട് പറഞ്ഞ എന്റെ നാണം കെടുത്താനാണ് ഭാവമെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. അതെ, നിന്നെ ആ കയ്യൊന്ന് നീട്ടിയ, കയ്യൊന്ന് നീട്ടാൻ. ഇതെല്ലാം നിങ്ങളുടെയാ. ഇന്നലെ മുറ്റത്തിരുത്തി കുളിപ്പിച്ചപ്പോഴേ നനയാതിരിക്കാൻ അച്ഛനെടുത്ത് വെച്ചതാ ഇതൊക്കെ. എല്ലാം കൃത്യമായിട്ടുണ്ടോന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇവിടുന്ന് പുറത്തേക്ക് പോവാൻ. പിന്നെ ആ വീഡിയോ അതെന്റെ കയ്യിൽ തന്നെ കാണും, സുരക്ഷിതമായിട്ട്. നിങ്ങൾ മിസ്റ്റർ ഹിറ്റ്ലർ ആണെങ്കിൽ ഞാൻ മിസ്സസ് ഹിറ്റ്ലറാ, മിസ്റ്റർ ഹിറ്റ്ലറിന്റെ ഭാര്യ. ആ വീഡിയോ നീ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പുഴുങ്ങി തിന്ന് വിശപ്പെടുക. അങ്ങനെ ഭയപ്പെടാനേ താൻ വേറെ ആളെ നോക്കണം. അയ്യോ ജ്യോതിമ, ജ്യോതിമ എന്നെ തെറ്റിദ്ധരിച്ചു. ഇങ്ങനെയാണോ ഭയപ്പെടുത്തുന്നത്? ജ്യോതിമ പേടിച്ചോ? പേടിക്കണ്ട.
ഭയപ്പെടുത്താനോ വഴക്കിടാനോ ഒന്നും വന്നതല്ല ഞാൻ. ഞാനൊരു കാര്യം അറിഞ്ഞു. അതൊന്ന് നേരിട്ട് ചോദിച്ച് സത്യമാണോന്ന് അറിയാൻ വന്നതാ. തനിക്ക് എന്തേ പറയണ്ടേ? ദേ, ഇതാണ് ജ്യോതിമ. ചോദ്യവും ഉത്തരവും ഒക്കെ ഡയറക്റ്റാ. എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നലെ രാത്രിയിലത്തെ കാര്യം. എനിക്ക് തന്ന വാക്ക് ഇന്നലെ രാത്രി ജ്യോതിമ തെറ്റിച്ചോ? മനസ്സൊന്ന് ചാഞ്ചാടിയല്ലേ? മൈ ലിറ്റിൽ കണ്ണ, ലൈഫിൽ ലക്കിയായ മദറാ ഞാൻ. എന്റെ ബർത്ത്ഡേ ഹാപ്പിയാക്കാൻ മക്കളും മരുമക്കളും പ്ലാൻ ചെയ്ത ഒരു മാമാങ്കവാ ഈ കാണുന്നതെല്ലാം. ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ? ഇതെത്തിരി കൂടിപ്പോയെന്നോ? നോ, കളിയാക്കല്ലേ കണ്ണ. നിന്റെ ബർത്ത്ഡേക്ക് ലോകം മുഴുവൻ ഗോപികമാരും നൃത്തം ചെയ്തു. ലിറ്റിൽ കണ്ണന്മാര് പുല്ലാങ്കുഴി വായിച്ചു. അതൊക്കെ നിന്നെ ഹാപ്പി ആക്കുന്നതല്ലേ? ഈ പാവം മദറിന്റെ ബർത്ത്ഡേക്ക് ഇത്രയൊക്കെ ഒരുക്കങ്ങൾ വേണ്ട എന്റെ കണ്ണ. മൈ ലിറ്റിൽ കണ്ണ, അസൂയ പാടില്ല കേട്ടോ. അതെ, ജ്യോതിയെ നീ കൊണ്ടുവരുവോ? അവരെ നീ ജോയിന്റ് ആക്കി തരുവോ എന്റെ കണ്ണ? സത്യം വെല്ലടിച്ചു. അയ്യോ, ഫോണായിരുന്നോ? സുധാകരൻ നായരാണല്ലോ. ഹലോ സുധാകരൻ നായരെ. ഹലോ. നിങ്ങൾ പുറപ്പെട്ടോ അവിടുന്ന്? ഇല്ല, ഞങ്ങളിതാ ഇറങ്ങായി പത്മാവതിയമ്മ. അവിടെ എല്ലാരും എത്തിയോ? ആഘോഷങ്ങളൊക്കെ തുടങ്ങിയോ? ഇല്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അത് പിന്നെ സുധാകരൻ നായരെ, ജ്യോതി നിങ്ങളോട് വരുമല്ലോ അല്ലേ? ഓ, ഒന്നും പറയണ്ട പത്മാവതിയമ്മേ, അവള് വരുന്നില്ലെന്നാ തോന്നുന്നത്. രാവിലെ മുതല് അവള് കഥ അടച്ചിരിക്കുക മുറിയിൽ കയറി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാ പത്മാവതിയമ്മേ. പത്മാവതിയമ്മയെ വിളിച്ചത്. ശരതേ, ഒന്നുകൂടെ അവളെ ഒന്ന് വിളിക്കണോ? എനിക്കിനി അവളുടെ മുമ്പിൽ കുമ്പിടാനൊന്നും വയ്യ. പറയാവുന്ന അത്രയും ഞാൻ പറഞ്ഞു. തലേ കയറണ്ടേ? എന്റെ കണ്ണ, അവള് വരില്ലേ? അവളെ ഒന്ന് കുസൃതി പിടിപ്പിക്കാനാ അവളെ വിളിക്കാൻ ചെന്നപ്പോ ഞാൻ ഇത്തിരി മസിൽ പിടിച്ചത്. അതവൾക്ക് ഫീലായി കാണും അല്ലേ കണ്ണ? അവള് വന്നില്ലെങ്കിലേ എന്റെ എല്ലാ പ്ലാനും പൊളിയും. ഇനിയിപ്പോ അവള് വരുന്നില്ലേ, വരണ്ട, നമുക്കിറങ്ങാം. അവിടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങാറായെന്നാ പത്മാവതി അമ്മ വിളിച്ചപ്പോ പറഞ്ഞു. സുധേട്ടാ, നമ്മുടെ അടുത്ത വെഡിങ് ആനിവേഴ്സറി നമുക്കും ആഘോഷിക്കണം. ഏതെങ്കിലും വലിയ ഹോട്ടലില് എല്ലാവരെയും വിളിച്ചു വരുത്തി ഗംഭീരമായ സദ്യ കൊടുത്ത് ആഘോഷിക്കണം. എന്റെ രക്തസാക്ഷി ദിനമല്ലേ, ആചരിച്ചോളെ. രക്തസാക്ഷി ദിനോ? എടി, ജീവത്യാഗം ചെയ്ത പാർട്ടി പ്രവർത്തകരെ സാധാരണ പ്രവർത്തകരെ വിളിക്കുന്നത് രക്തസാക്ഷികൾ എന്നാണ്. അങ്ങനെ നോക്കിയാ ഞാനും ഒരു രക്തസാക്ഷിയാ. സുധാകരൻ നായരെന്ന ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി. അയ്യടാ, ഒരു രക്തസാക്ഷി. തൊലഞ്ഞു പോയതേ എന്റെ ജീവിതം. എത്ര നല്ല ആലോചനകൾ വന്നതാ. എന്റെ ദൈവമേ, എന്നിട്ട് നീ എന്നെ രക്ഷപ്പെടാൻ അനുവദിച്ചില്ലേ? പോട്ടെ, നമുക്ക് ഇറങ്ങാം. ഇനിയും സംസാരിച്ച സമയം പോകും. നമുക്ക് രക്തസാക്ഷി പിറന്നാൾ ആഘോഷിക്കാൻ പോകണ്ടേ? അല്ല, നിന്നെ അവളെ ഒന്നുകൂടെ ഒന്ന് വിളിക്കണം. എനിക്കങ്ങ് വയ്യ. നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. വാങ്ങോട്ട്. ഓ, 10 ഗുണം 10 ഗുണം. ആവശ്യമില്ലാത്തൊരു ചോദ്യമായി ഒരു കാര്യമില്ല. ഇതിനൊരു കുഴപ്പമില്ലല്ലോ. എന്താ പറഞ്ഞ? കഴിച്ചു നോക്ക്. എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമുണ്ടോ? ഇല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നേരത്തെ ഞാൻ നോക്കിയപ്പം കുറച്ച്
പ്രശ്നം ഉണ്ടായിരുന്നു. ദേ, അറിയാത്ത പണി ചെയ്യരുത്. ഇത്രയും ടേസ്റ്റിയായ ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞതിന് മേലിൽ ഇതുപോലെ ഷോ കാണിക്കരുത്. ഷെഫിനെ ഇൻസൾട്ട് ചെയ്തതിന് സോറി പറയും. സോറി. ബലു, എന്താ DK? തമാശ കാണിക്കാം, പക്ഷേ അതാരെയും വേദനിപ്പിക്കുന്നാവരുത്. മഹേച്ചി, ഇവളുണ്ടാക്കിയ കേക്ക് ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ആൾക്കാരെയും കൊണ്ട് എന്തിനാ വരുന്നത്? ഈ ബേക്കറിക്കാരി ഇത് എന്തിനുള്ള ഉറപ്പാടാ? ഹലോ ഹലോ ഹലോ, ഡോണ്ട് സ്പീക്ക് നോൺസെൻസ്. ഈ കേക്ക് എവിടെയാ സെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും പിള്ളേരെ. ഈ കേക്ക് സെറ്റ് ചെയ്യേണ്ട സ്ഥലം എവിടെയാന്ന് പറഞ്ഞാ ഇവൾ ഇവിടെ കേക്ക് സെറ്റ് ചെയ്യണ്ട. ഹലോ, അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ വന്നതേ നിങ്ങളുടെ പിറന്നാളൊന്നും ആഘോഷിക്കാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനാ ഒരു കേക്കുകാരിയുടെ വേഷത്തിൽ ഇങ്ങോട്ട് വന്നത്? ഞാനിപ്പോ ഇവരുടെ സ്റ്റാഫാ. ഇന്നത്തെ ഫംഗ്ഷൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തേലും പണിയൊപ്പിക്കാനുള്ള പുറപ്പാടാണോ? കൂടെ വരാൻ പറഞ്ഞിട്ട് അവള് വന്നതുമില്ല. എന്തോ ഇവള് മനസ്സിൽ കണ്ടിട്ടുണ്ട്. സുധേട്ടാ, ഇവളെന്തോ ഒപ്പിക്കാനുള്ള പുറപ്പാടാ. നോക്കി നിൽക്കാതെ കേക്ക് സെറ്റ് ചെയ്യാനുള്ള സ്ഥലം കാണിച്ചു തരൂ. അകത്തോട്ട് വെക്ക്. എങ്ങനെയുണ്ട് മക്കളെ? ഈ അമരാവതിയുടെ മുഴുവൻ ഐശ്വര്യവും ഇങ്ങനെ മുന്നിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ? കല്യാണം കഴിച്ചു വരുന്ന ഏതൊരു പെണ്ണിനും ഭർത്താവിന്റെ വീട്ടിലെ അമ്മയും അമ്മുമ്മയും ഒക്കെ പോരുകാരാ. പക്ഷെ ഞങ്ങൾക്ക് അമ്മ എന്ന സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ. ആ സ്നേഹത്തിന്റെ തണലിൽ അമ്മ ഞങ്ങളെ നയിച്ചു. ഞങ്ങളുടെ കൊച്ചു കൊച്ചു കുറുമ്പുകളും വാശികളും ദേഷ്യവും എല്ലാം അമ്മയുടെ സ്നേഹത്തിൽ അലിഞ്ഞുപോയി. അമ്മ തന്ന സ്നേഹത്തിന് പകരം തരാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. എന്ത് തന്നാലും മതിയാവുകയില്ല. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ, താങ്ക് യു. അമ്മയുടെ സ്നേഹം എന്നും ഞങ്ങൾക്ക് വേണം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു, താങ്ക് യു. ഒരു കുടുംബത്തിൽ സ്ത്രീ എന്തായിരിക്കണമെന്ന് അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു. മരുമക്കളായി ഞങ്ങളെ മക്കളായി കരുതി തന്നെ സ്നേഹിച്ചു. ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഈശ്വരൻ തന്ന പുണ്യമാണ് ഈ അമ്മ. അതെ, അമ്മയുടെ ബർത്ത്ഡേക്കാൾ വലിയ ഒരു ആഘോഷവും ഈ വീട്ടിലുമില്ല, ഞങ്ങൾക്കുമില്ല. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ, താങ്ക് യു. എന്നാ പിന്നെ മക്കളെ നമുക്കൊരു സെൽഫി എടുത്താലോ? പിന്നെന്താ? സൂപ്പർ. എന്റെ ബർത്ത്ഡേ ഇത്രയും ഹാപ്പി ആക്കിയതിന് ഞാൻ നിങ്ങൾക്കാ താങ്ക്സ് വരുന്നത് കേട്ടോ. എന്തൊക്കെയാ നിങ്ങൾ ഈ ഹൗസ് ചെയ്തു വെച്ചിരിക്കുന്നത്? അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി അമ്മയുടെ മോൻ തന്നെയാ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താങ്ക്സ് പറയേണ്ട DKയോട്. എന്നാ പിന്നെ ബർത്ത്ഡേ ബേബി വന്നാട്ടെ, ആഘോഷം തുടങ്ങാൻ സമയം. ഇംഗ്ലീഷ് ഓൺലി ഫോർ മീ. ഈ അമരാവതിയിൽ ഇംഗ്ലീഷ് പറയാനുള്ള അവകാശം എനിക്ക് മാത്രമായിരിക്കും. Come on, baby. Come on. അമ്മേ, വെറും ബേക്കറിക്കാരി അല്ലാന്താ? അല്ല, ഞാൻ ഇവിടുത്തെ സർവീസ് മാനേജറാ.
ഇന്ന് രാവിലെ ജോയിൻ ചെയ്തേ ഉള്ളൂ. മൈസൻ, ആ ബേക്കറിക്കാരി എനിക്ക് വേണ്ടി സ്നേഹത്തോടെ കൊടുത്തയച്ചതല്ലേ? അത് മാത്രമല്ല, ഇന്നത്തെ ദിവസേ ഞാൻ പറയാൻ പാടില്ല. അത് ബേക്കറിക്കാർക്ക് ചിലപ്പോൾ വിഷമാവും. അതുകൊണ്ട് ഞാനിത് അങ്ങോട്ട് വാങ്ങിക്കാൻ പോവാ. ഇങ്ങനെ തന്നേക്ക്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മയ്ക്ക് എന്തറിയാം? കേക്ക് എന്ന് പറഞ്ഞാലേ ഇങ്ങനെ വായിലെടുത്ത് വെച്ചാൽ അലിഞ്ഞു പോണം. പക്ഷെ ഇത് കണ്ടോ, എന്തൊരു ഹാർഡാ, സോപ്പ് കട്ട പോലെ ഉണ്ട്. ഞങ്ങളുടെ കേക്കിനെ കുറ്റം പറയരുത്. ഇതിനിപ്പോ ഒരു കുഴപ്പമില്ല. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത്. ചുമ്മാ ജാടയ്ക്ക് വെറുതെ കുറ്റം പറയാൻ നിൽക്കല്ലേ. കുശിനിക്കാരാ, ഇനി എന്റെ കേക്കിനെ കുറ്റം പറഞ്ഞോണ്ടല്ലോ. പഴയ കഥ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനിയും ഞാൻ കുറ്റം പറയും. നീ എന്നെ എന്ത് ചെയ്യും? അതെ, എല്ലാവരും ഈ കേക്ക് നോക്കിയിട്ട് കഴിച്ചാ മതി. ഇതിനെന്തോ ബാഡ് ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെയാണോ കേക്ക് ഉണ്ടാക്കുന്നത്? അത്രയ്ക്കായോ? നിനക്ക് അങ്ങനെ തന്നെ വേണോടി. ഡിക്കിയുടെ മുഖത്ത് കേക്ക് തേക്കാമെന്ന് നീ വിചാരിച്ചോ? ഇവിടെ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറക്കി വിടണം. അല്ലെങ്കിൽ ഞാൻ ഈ കുശിനിക്കാരനോട് താമസിക്കാൻ വന്നതല്ല. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ, താങ്ക് യു, താങ്ക് യു. എല്ലാം പഴയതുപോലെ തന്നെ. അമരാവതിയും അമ്മയും ഡികെയും. അപ്പൊ ജ്യോതിയുടെ കാര്യത്തിൽ തീരുമാനമായി.
ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ലല്ലേ? ഇതാ പറയുന്നേ, ഒരാവേശത്തിന് കിണറ്റിച്ചാടിയ 10 ആവേശത്തിനും തിരികെ കയറി പോരാൻ പറ്റില്ലാന്ന്. ഇപ്പതേ ചത്തുപോയ ഭാര്യ തിരികെ വന്നു. ഇനി നിന്നെ അവർക്ക് എന്തിനാ? എല്ലാം ഇവളുടെ എടുത്തിയാട്ടം കൊണ്ട് സംഭവിച്ചല്ലേ, അനുഭവിക്കട്ടെ. ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലും ചോദിച്ചോ? ഇല്ല. അവരിപ്പോ സുപ്രിയെ കുടിയിരുത്തുന്ന തിരക്കിലായിരിക്കും അല്ലേ സുധേട്ടാ? അല്ല, അവൾ ഇത്രയും നാൾ എവിടെയായിരുന്നു? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ അവർക്കറിയായിരിക്കുന്നേ. എന്തായാലും വന്നത് സുപ്രിയ തന്നെ, അതുറപ്പാ. ഇനിയിപ്പൊ ഇവളുടെ കാര്യം എന്താ ഒന്ന് കണ്ടു തന്നെ അറിയണം. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നപ്പോ ഇവൾ അവിടെ നിന്ന് ഇറങ്ങി പോരാതിരുന്നെങ്കിൽ അവരെല്ലാരും ഇവളുടെ കൂടെ നിന്നേനെ. ഇനിയിപ്പോ എന്താ ഉണ്ടാവുന്നെന്ന് ആർക്കറിയാം. എന്തായാലും ഇനി രണ്ടിലൊന്ന് അറിയട്ടെ. നിയമപരമായി ഇപ്പോഴും സുപ്രിയ തന്നെ ഡിക്കയുടെ ഭാര്യ. അങ്ങനെ നോക്കിയാ ഇനി അവള് തിരിച്ചു പോയില്ലെങ്കിലും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അമ്മ പറയുന്നത് കേട്ടിട്ട് പേടിയാവുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എടോ, താനീ പറഞ്ഞത് നേരാണോ? വന്നത് ഹരിപ്രിയ തന്നെയാണെന്ന് ഉറപ്പല്ലേ? അല്ലാതെ ആ രൂപസാദൃശ്യം വെച്ച് മറ്റാരെങ്കിലും? ഏയ് അല്ല, എനിക്കറിയില്ല അവളെ. അവളിവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു. ഹരിപ്രിയയും സുപ്രിയയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷം പെട്ടെന്ന് അവളെ കണ്ടപ്പോ ശരിക്കും സുപ്രിയ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. അവളുടെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഏതായാലും താനൊന്ന് അലർട്ടായിരിക്കണം. എന്തിന്? എടോ, പണ്ട് സുപ്രിയയുടെ ബ്രദർ ജയരാമൻ ഇതുപോലെ വന്നവിടെ കുറച്ചുനാൾ താമസിച്ചത് താൻ മറന്നുപോയോ? അന്ന് സംഭവിച്ചൊന്നും താൻ മറന്നിട്ടില്ലല്ലോ. സുപ്രിയയെ കൊന്നത് താനാണെന്നും പറഞ്ഞ് തെളിവുണ്ടാക്കി തന്നെ ജയിലിലടയ്ക്കാനാ ജയരാമൻ നോക്കിയത്. ഹരിപ്രിയയുടെ വരവിന് പിന്നിലും അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോന്ന് അറിയണം. ഏയ്, ഒരിക്കലുമില്ല. ആ വിഷയത്തിൽ ജയരാമനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഹരിപ്രിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനുശേഷം ഹരിപ്രിയ പിന്നെ നാട്ടിൽ വരുന്നത് ഇപ്പോഴാ. പക്ഷേ ഏട്ടനെ കാണാൻ പോകാതെ അവൾ നേരെ ഇങ്ങോട്ടാ വന്നത്. തനിക്കല്ലെങ്കിലും എല്ലാവരോടും സ്നേഹവും വിശ്വാസവുമാണ്. അമിതമായി ആരെയും വിശ്വസിക്കണ്ട. ഹരിപ്രിയയുടെ വരവ് എന്തിനാണെന്ന് അറിഞ്ഞിട്ട് മതി വിശ്വസിക്കുന്നത്. എന്തായാലും എന്താ, മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ പേടിക്കേണ്ടതെന്ന്. സുപ്രിയയുടെ കാര്യത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത്? അന്ന് ജയരാമൻ തനിക്കെതിരെ കൊണ്ടുവന്ന ആ ഓഡിയോ ടേപ്പില് സത്യത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? സുപ്രിയയുടെ മരണമൊഴിയാണെന്ന് അന്ന് ജയരാമൻ പറഞ്ഞത്. അസംബന്ധം. ഞാൻ നിധി പോലെ സൂക്ഷിച്ചിരുന്ന എന്റെ സുപ്രിയയുടെ ശബ്ദം അതൊരു നാടകത്തിന് വേണ്ടി അവള് ഡബ് ചെയ്ത് വെച്ചിരുന്ന. തനിക്ക് ഉറപ്പാണോ? പിന്നല്ലാതെ. ആ നാടകം എഴുതിയത് ഞാനാ. അതിലെ കഥാപാത്രത്തിന് വേണ്ടി ഞാൻ എഴുതിയ സംഭാഷണങ്ങൾ അവൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന എന്റെ കുറച്ച് ഭാഗങ്ങളെടുത്ത് എനിക്കെതിരെ ഉപയോഗിക്കുമായിരുന്നു. എന്നിട്ടെന്താ താനത് അന്ന് പറയായിരുന്നത്? പറഞ്ഞിട്ടെന്ത് കാര്യം? ആത്മസുഹൃത്തായവൻ ശത്രുവായാൽ പിന്നെ സർവനാശം കണ്ടേ അടങ്ങുമെന്നല്ലേ പറയുന്നത്. എന്റെ നാശം കാണാൻ അവൻ എനിക്കെതിരെ തെളിവുണ്ടാക്കി എന്നെ അറസ്റ്റ് ചെയ്തു. ഒക്കെ സത്യം തന്നെയാ. പക്ഷേ ആരെയും അമിതമായി വിശ്വസിക്കണ്ട. താൻ അവളുമായി ഒന്ന് അടുത്തിടപഴകി സംസാരിച്ചു നോക്ക്. ആ സുപ്രിയ, സോറി, ഹരിപ്രിയ തന്നെയാണ് വന്നതെന്ന് ഉറപ്പുവരുത്ത്. അപ്പൊ ശരി. മോളെ, അമ്മേ, മോൾ എന്തായി തിരയുന്നേ? ഒന്നുമില്ലമ്മേ. സുപ്രിയ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും സാധനമാണോ? അതെ അമ്മേ. സുപ്രിയ മോള് പോയ പിന്നെ
ഈ മുറി അങ്ങനെ തുറക്കാറില്ലായിരുന്നു. ജ്യോതി വന്ന പിന്നെയാ ഇതൊക്കെ വൃത്തിയാക്കിയതും ഇതുപോലെ സൂക്ഷിച്ചതും ഒക്കെ. അപ്പോ ഇതിനകത്ത് സാധനങ്ങളൊക്കെ എങ്ങോട്ടാ മാറ്റിയെന്ന് അമ്മയ്ക്ക് അറിയോ? അല്ല, മോക്ക് എന്താ വേണ്ടത്? ഒരു വാക്ക്മാൻ അങ്ങനെ ഒരെണ്ണം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞൊരു ഓർമ്മയുണ്ട്. മോക്ക് എന്തിനത്? ഒരു കാര്യം ഉണ്ടായിരുന്നു. അല്ല, ഇതുപോലെ ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ അന്വേഷിച്ച ജയരാമൻ ഇവിടെ വന്നത്. ഒടുവിൽ സുപ്രയുടെ ശബ്ദമുള്ള ഒരു കാസറ്റ് എവിടുന്നോ കിട്ടിയെന്നും പറഞ്ഞ് അവരെന്റെ മോനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഒടുവിൽ ഒന്നുമില്ലെന്നും പറഞ്ഞ് അവനെ വിട്ടയക്കുകയും ചെയ്തു. മോളോട് ജയരാമൻ ഒന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല, ഏട്ടനും ഞാൻ കണ്ടിട്ട് കുറേ ആയി. ഡികെയും ജ്യോതിയും തമ്മില് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ ചെറിയ ലിറ്റിൽ പ്രോബ്ലംസാ. ഇനി മുതൽ ഇവൾ ഇവിടെ തന്നെ ഉണ്ടാവും. എന്റെ ദൈവമേ, എന്തൊക്കെയാ നടക്കാൻ പോകുന്നേ? ഇനി ഞാൻ മാറി നിന്ന് ശരിയാവില്ല. അന്നത്തെ ആക്സിഡന്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെന്നോ, ഇത്രയും നാളും ഞാൻ എവിടെയായിരുന്നോ, എങ്ങനെ ജീവിച്ചെന്നോ, ഇപ്പൊ എന്തിനു തിരിച്ചു വന്നോ ഞാൻ ഇവരോട് പറഞ്ഞ ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കൂ? ഹരിപ്രിയെ സ്നേഹത്തോടെ സ്വീകരിച്ചവര് ജ്യോതിക്ക് പകരം ഇനി എന്നെ അംഗീകരിക്കോ? പോട്ടെ, ഡിക്കെങ്കിലും വിശ്വസിക്കൂ. സുപ്രിയയുടെ രൂപസാദൃശ്യം വെച്ച് ഞാൻ ഡികെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് ജ്യോതി പറയില്ലേ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും? സമയം വരുന്നത് വരെ കാത്തിരിക്കണം. കാത്തിരുന്നേ പറ്റും. സുപ്രിയ, ഞാൻ പറയുന്നത് വേണ്ട കമലേജി, ഒരു ദിവസം വരും ഡികെ സ്വയം എന്നെ തിരിച്ചറിയും. അന്ന് ഡികെ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന്. അതുവരെ കമലേജി ആരോടും ഒരു അക്ഷരം മിണ്ടരുത്. മോളെ, എനിക്കറിയാം കമലേജിയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്നെക്കുറിച്ച് ഓർത്തുള്ള ആവലാതിയുണ്ട്, ഇല്ലേ? പക്ഷെ ഒന്നുറപ്പാ, ഡികെയിൽ നിന്ന് മാറി ഇനി എനിക്കൊരു ജീവിതമില്ല. അപ്പൊ ജ്യോതിയോ?